നിലവിൽ ബാങ്കിലെ ജീവനക്കാരുമായി SP സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. SP വിവരങ്ങൾ തേടുകയാണ്. CI അടക്കമുള്ള ഉദ്യോഗസ്ഥരും അടുത്തുണ്ട്. ഈ ബാങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന മാനേജരെയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരൻ്റെ അടുത്തു നിന്നുമാണ് വിവരങ്ങളൊക്കെ തന്നെ തേടുന്നത്. ഈ മോഷണം നടന്ന ആ ബാങ്കിൻ്റെ അകത്ത്, ആ ക്യാഷ് കൗണ്ടറിനകത്ത് തന്നെയാണ്, ക്യാഷ് കൗണ്ടറിന് തൊട്ടടുത്ത് തന്നെയാണ് SP ഇരുന്ന് വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ഈ മാനേജർ തൊട്ടടുത്ത മാനേജറുടെ റൂമിൽ തന്നെയാണ് ഉള്ളത്. അദ്ദേഹം ഈ CCTVയുടെ കൂടുതൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും മറ്റ് ക്യാമറകളിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ക്യാഷ് കൗണ്ടറിനകത്തു നിന്നുള്ള ക്യാമറ 3 എന്ന് പറയുന്ന ആ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പക്ഷേ ഈ ബാങ്കിനകത്ത് ഏകദേശം 6ഓളം CCTV ക്യാമറകളുണ്ട്. ആ 6ഓളം CCTV ക്യാമറകളുടെയും ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ആ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷം കൂടുതൽ എന്തെങ്കിലും പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും പോലീസ് പരിശോധിക്കുകയാണ്. അക്കാര്യങ്ങളിലൂടെ എല്ലാം കടന്നു വേണം ഇനിയിപ്പോൾ പ്രതിയിലേക്ക് എത്താനായി. പ്രതി ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോയി എന്ന് നേരത്തെ ഒരു സൂചനകൾ പറയുമ്പോൾ പോലും പക്ഷേ അത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനോ വേണ്ടി ആണോ അത്തരത്തിൽ ആ വഴിയിലൂടെ പോയതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു സംശയമായി ഉണ്ട്. ഈ പ്രതി സഞ്ചരിച്ചിരുന്ന വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതൊക്കെ തന്നെ ഇനിയും തേടേണ്ടതുണ്ട്. അക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ച് വരികയാണെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു കവർച്ച, വളരെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കവർച്ചയാണ് ചാലക്കുടി പോട്ടയിൽ ഉണ്ടായിരിക്കുന്നത്. ബാങ്ക് ജീവനക്കാരെ ഒരു മുറിക്കുള്ളിൽ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി ബന്ദികളാക്കി അതിനുശേഷം ബാങ്കിൽ ക്യാഷ് കൗണ്ടർ അടിച്ച് തകർത്ത് ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന 15 ലക്ഷം രൂപയോളം മോഷ്ടിച്ച് കടന്നു കളയുക എന്ന് പറയുന്നത്, അതും ഒറ്റയ്ക്കാണ് ഒരാൾ ചെയ്തിരിക്കുന്നത്. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ എത്രത്തോളം കഴിയുമെന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു സംശയമാണ്. കാരണം അയാൾക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കൂടാതെ നേരത്തെ MLA പറഞ്ഞതുപോലെ തന്നെ സ്ഥിരമായി ഈ ബാങ്കിൽ വരുന്ന അല്ലെങ്കിൽ ബാങ്കിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആൾ തന്നെയാണോ ഈ മോഷണം നടത്തിയതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ വളരെ കൃത്യമായി അന്വേഷിച്ച് അതിൽ നിന്നുള്ള വിവരങ്ങൾ തേടുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പണം മോഷ്ടിച്ച് കടന്നു കളഞ്ഞ ആളെക്കുറിച്ചുള്ള അന്വേഷണമാണ് പ്രധാനമായും നടത്തുന്നത്. അതിൽ ഈ ചാലക്കുടി DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനോടകം തന്നെ പല സംഘങ്ങളായി തിരിഞ്ഞ് പലയിടങ്ങളിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. റോഡിൽ പലയിടങ്ങളിലായി ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്റ്റേഷനുകളിലേക്കും, തൃശ്ശൂർ ജില്ലയിലെയും തൊട്ടടുത്തുള്ള ജില്ലകളിലെയും എല്ലാം തന്നെ സ്റ്റേഷനുകളിലേക്കെല്ലാം തന്നെ ഈ CCTV ദൃശ്യങ്ങൾ അയച്ചു കൊടുത്ത് ഈ ബൈക്കിൽ ഈ സ്കൂട്ടറിൽ ഇത്തരത്തിൽ വേഷം ധരിച്ച് പോകുന്ന ആളെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിവരം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പരിശോധിക്കുന്നുണ്ട്. അതിൽ നിന്ന് എല്ലാം ഏതെങ്കിലും തരത്തിലുള്ള ഈ പ്രതിയെക്കുറിച്ചുള്ള സൂചന ലഭിക്കുകയാണെങ്കിൽ വലിയ ഒരു വഴിത്തിരിവാകും ഈ കേസിൽ. ലിഷോയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് വൻ കൊള്ള നടന്നിരിക്കുന്നത്. ഒറ്റയ്ക്കെത്തിയ മോഷ്ടാവ് ആകെ ഉണ്ടായിരുന്ന 2 ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയും ശുചിമുറിക്കുള്ളിലിട്ട് പൂട്ടിയിട്ട ശേഷം ക്യാഷ് കൗണ്ടർ തകർത്ത് വളരെ കുറഞ്ഞ സമയത്ത് ആകെ 3 മിനിറ്റിനകം തന്നെ അയാൾ പണവുമായി അവിടെ നിന്ന് കടന്നു കളഞ്ഞിരിക്കുന്നു. ഇയാൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ അനുമാനം. അതിനനുസരിച്ചുള്ള വിവരങ്ങളൊക്കെ പോലീസ് ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ വേഗത്തിൽ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് പോലീസ്. കാരണം ഇത്രയേറെ ഒട്ടും സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത് പോലീസിനെ സംബന്ധിച്ച് ക്ഷീണമാണ്. അതുകൊണ്ട് പോലീസ് വളരെ വേഗത്തിൽ, നമുക്കറിയാം പല ബാങ്ക് കവർച്ചകളൊക്കെ മണിക്കൂറുകളുടെ മാത്രം ദൈർഘ്യത്തിൽ പോലീസ് തെളിയിക്കുന്നതും പ്രതികളെ പിടികൂടുന്നതും പ്രത്യേകിച്ചും തൃശ്ശൂരിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇയാളെ പിടികൂടാൻ കേരള പോലീസിന് കഴിയുമെന്ന പ്രതീക്ഷയാണ് നിലവിലുള്ളത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ പോലീസ് വളരെ ഊർജിതമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പോലീസിൻ്റെ വലിയ സംഘം ബാങ്കിലുണ്ട്. അവർ അവിടെ കൃത്യമായി പരിശോധന നടത്തുന്നു. അതിനോടൊപ്പം തന്നെ സമാന്തരമായി മറ്റിടങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അതിൻ്റെയും ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണ്. ഏത് ഭാഗത്തേക്ക് ഇയാൾ പോയിട്ടുണ്ട്, ഇയാൾ ഒരുപക്ഷെ മലയാളി തന്നെയാണോ, ഈ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഹിന്ദി പറഞ്ഞതായിരിക്കുമോ, നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി ആ ബാങ്കിൻ്റെ ഒരു ഘടന എവിടെയാണ്, ക്യാഷ് കൗണ്ടർ എങ്ങനെയാണ്, അവിടുത്തെ ഒരു സീറ്റിംഗ്, ഇതൊക്കെ കൃത്യമായി അറിയുന്ന ഒരാൾക്ക് ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഇങ്ങനെ ഒരു മോഷണം നടത്തി അവിടെ നിന്ന് പോകാൻ കഴിയൂ. എന്തായാലും ഒന്നില്ലെങ്കിൽ ഒരു ഇടപാടുകാരൻ എന്ന നിലയിൽ ഇയാൾ പലപ്പോഴും അവിടെ എത്തിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന അയാൾക്ക് ആ ബാങ്കിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്ര വേഗത്തിൽ മോഷണം നടത്തി മടങ്ങുക അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ പരിശോധന പോലീസ് നടത്തി വരുന്നു.
കൃത്യമായി ഈ ബാങ്കുമായി ഇടപാടുകൾ ഉള്ള ആളാണോ ഈ മോഷണം നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. വിരലടയാള വിദഗ്ധർ സ്ഥലത്തുണ്ട്, റൂറൽ SP സ്ഥലത്തുണ്ട്. അധികം താമസിയാതെ പോലീസ് മാധ്യമങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജീവനക്കാർ ഈ സമയത്ത് ബാങ്കിലുണ്ടായിരുന്ന 2 ജീവനക്കാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഹിന്ദിയാണ് സംസാരിച്ചത്. തങ്ങളെ ഭീഷണിപ്പെടുത്തി മുറിക്കുള്ളിലാക്കുകയായിരുന്നു. തങ്ങൾക്ക് പ്രതിരോധിക്കാൻ യാതൊരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമാണ് എങ്ങനെയാണ് ഈ മോഷണം നടന്നത് എന്ന്. പുള്ളിക്കാരൻ കത്തി കൊണ്ടുവന്നു. കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്ത് കയറി ക്യാഷ് കീ ചോദിച്ചു. കഴിഞ്ഞിട്ട് പുള്ളി ഞങ്ങൾ അകത്ത് നിന്ന് പൂട്ടി കഴിഞ്ഞിട്ട് കൗണ്ടർ തല്ലി പൊളിച്ച് ക്യാഷ് എടുത്തുകൊണ്ട് പോകാറുണ്ട്. ഒരാൾ ഒറ്റയ്ക്കുണ്ടായിരുന്നു. ഒറ്റയ്ക്കുണ്ടായിരുന്നു. മുഖം മൂടിയൊക്കെ ധരിച്ച ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത്. മലയാളിയാണോ അതോ ഹിന്ദിയാന്ന് തോന്നണേ, കൺഫേം ചെയ്യാൻ പറ്റില്ല. ഹിന്ദിയിൽ നമ്മുടെ അടുത്ത് സംസാരിച്ചായിരുന്നു. ഈ പണം എടുത്ത് അപ്പൊ തന്നെ എവിടെ നിന്ന് പോവാണ് ചെയ്തത്? ഞങ്ങളകത്ത് പൂട്ടിയിട്ടൊക്കെ ആയിരുന്നു. ഇതിനകത്ത് പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി ക്യാഷ് എടുത്ത് പോകാറുന്നു. CCTV ഒക്കെ പരിശോധിച്ചു. പോലീസുകാരെ നോക്കണുണ്ട്. ലഞ്ച് ടൈമിൽ ആ സമയത്താണ് കൗണ്ടറിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല, കസ്റ്റമേഴ്സും ഉണ്ടായില്ല, നമ്മൾ മാത്രമേ ഉണ്ടായുള്ളൂ. ആ സമയത്താണ് അയാൾ വന്നത്. അയാളൊന്ന് കത്തിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്യാഷ്യർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ നമ്മൾ ക്യാഷ്യറൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മളകത്ത് കയറി വാതിലടച്ചു. പിന്നെ അയാൾ ഇത് വന്നിട്ട് ക്യാഷ് ക്യാബിൻ പൊട്ടിച്ചിട്ട് പൈസ എടുത്ത് പോയതായിട്ടാണ് നമുക്കിപ്പോൾ ഉള്ളത്. പിന്നെ പോലീസുകാരൊക്കെ ചെക്ക് ചെയ്യുന്നുള്ളൂ എന്താ സംഭവം, എത്രയൊക്കെ അത് പോയി എന്നുള്ളത് നമ്മൾ കണക്കെടുക്കുന്നതേ ഉള്ളൂ. എത്ര കൊണ്ടുപോയിട്ടുണ്ടോ, എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ളത്. നമ്മൾ എന്ന് പറഞ്ഞാൽ എല്ലാം മാസ്ക് ചെയ്തിട്ടായിരുന്നു വന്നിരുന്നത്. ഹെൽമെറ്റ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ ആളെ നമുക്ക് മുഖം കാണാൻ പറ്റില്ല, കണ്ണു മാത്രമേ കാണാൻ പറ്റില്ല. ഭാഷ ഏതായിരുന്നു സംസാരിക്കുന്നത്? അയാൾ ഹിന്ദി പോലെയാണ് നടത്തുന്നത്, മലയാളം പറഞ്ഞിട്ടില്ല. മലയാളം പറഞ്ഞിട്ടില്ല. ഇല്ല. ബാങ്കിലെ ജീവനക്കാരുടെ പ്രതികരണമാണ് കേട്ടത്. ബാങ്ക് മാനേജരും ഒപ്പം തന്നെ മറ്റൊരു ജീവനക്കാരും മാത്രമാണ് ആ സമയത്തുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഭക്ഷണം കഴിക്കാനായി പോയ സമയത്താണ് ഇങ്ങനൊരു മോഷണം നടന്നത്. അതുകൊണ്ട് ഏത് സമയത്താണ് അവിടെ അത്രയധികം ആളുകളുടെ ഒരു കുറവ് വരുന്നുണ്ടാവുക എന്നൊക്കെ കൃത്യമായ നിരീക്ഷണം നടത്താതെ എന്തായാലും മോഷ്ടാവിന് ഇങ്ങനൊരു കൃത്യം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പോലീസ് വളരെ വിശദമായി തന്നെ അന്വേഷണം നടത്തി വരികയാണ്. അധികം വൈകാതെ ഈ മോഷ്ടാവിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 15 ലക്ഷത്തോളം രൂപയെങ്കിലും ഇയാൾ കവർന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫൈനൽ കണക്ക് ലഭ്യമാകാനിരിക്കുന്നതേ ഉള്ളൂ. 15 ലക്ഷത്തോളം രൂപയെങ്കിലും ക്യാഷ് കൗണ്ടറിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ മോഷണത്തിൻ്റെ കൃത്യമായ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന പോലെ അയാൾ സ്കൂട്ടറിൽ അങ്ങോട്ടേക്ക് എത്തുന്നു, ബാങ്കിന് മുന്നിൽ സ്കൂട്ടർ നിർത്തുന്നു, വളരെ കൂളായി തന്നെ ബാങ്കിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. കയ്യിലുണ്ടായിരുന്ന കത്തികാട്ടി അവിടെ ഉണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന ആ 2 ജീവനക്കാരെ അയാൾ ഭീഷണിപ്പെടുത്തുന്നു, അവരെ മുറിക്കുള്ളിലാക്കുന്നു. ഒരു പ്ലാസ്റ്റിക് കസേരയുടെ കാലുകൊണ്ട് അതിൻ്റെ ഡോറിൻ്റെ ഹാൻഡിലിൽ ഉടക്കിയിട്ടുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. തുടർന്ന് ക്യാഷ് കൗണ്ടർ അയാൾ ഇടിച്ച് തകർക്കുന്നു. അതിനുള്ളിൽ കയറി ലിഷ നേരത്തെ പറഞ്ഞ പോലെ വെറും ഒരു 10 സെക്കൻഡേ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്നു. ആ സമയം അവിടെ കണ്ട പണം മുഴുവൻ അയാൾ വാരി ബാഗിലേക്ക് ഇട്ടുകൊണ്ട് അയാൾ അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു. തൃശ്ശൂർ ഭാഗത്തേക്കാണ് ഇയാൾ സ്കൂട്ടർ ഓടിച്ച് പോയത് എന്നാണ് പ്രാഥമികമായ ഒരു അനുമാനം. അത് ദേശീയപാത വഴിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഊടുവഴികൾ കയറി അയാൾ പോയിട്ടുണ്ടാകുമോ? ഈ വസ്ത്രങ്ങൾ അയാൾ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് വാഹനത്തിൻ്റെ നമ്പർ കൃത്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വേറെ വാഹനത്തിൽ അയാൾ രക്ഷപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിച്ചു വരികയാണ്. വിദഗ്ധ സംഘം ഇപ്പോൾ സ്ഥലത്തുണ്ട്.